ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 11th ചാപ്റ്ററായ കിം കിം ഉപാധേയം എന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കിയാലോ. അരുൺ പറയാണ്, ഉഷേ പശ്യ ഇതം പുസ്തകം ഭാരതസ്യ മാനചിത്രം ച. ഹേ ഉഷേ, നോക്ക്, ഈ പുസ്തകവും ഭാരതത്തിൻ്റെ മാപ്പും. ഉഷ, കുതഃ പ്രാപ്തം ഇതം, എവിടെ നിന്ന് കിട്ടിയത്? അരുണഃ, മമ മാതുലഃ മഹ്യം ജന്മദിവസസ്യ ഉപഹാരരൂപേണ പ്രായച്ചത്. എന്താ അരുൺ പറയണേ? അരുൺ പറയാണ്, എൻ്റെ മാമൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് രൂപത്തിൽ തന്നതാണിത്. ഉഷ, അഹോ ഇയം തു പ്രശ്നോത്തര രത്നമാലിക. ഓഹോ, ഇതാണെങ്കിൽ പ്രശ്നോത്തര രത്നമാലികയാണല്ലോ. പ്രശ്നോത്തര രത്നമാലിക എന്നത് എന്താണെന്നറിയാമോ? അതായത് പ്രശ്നോത്തര രത്നമാലിക എന്നത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഓക്കെ, ഇതിൽ വേദിക് റിലീജിയൻ്റെ സനാതന മൂല്യങ്ങളെക്കുറിച്ചാണ് ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എന്നത് 8th സെഞ്ച്വറിയിൽ ആദി ശങ്കരാചാര്യരാണ് രചിച്ചത്. ഓക്കെ. അരുണഃ, ജാനാസി ക താവത് അസ്യ രചയിത. അറിയാമോ ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന്? ഉഷ, ന ജാനേ, അറിയില്ലല്ലോ. അരുണഃ, അപ്പോൾ അരുണ് പറയാണ്, പശ്യ ഏതത് ഭാരതസ്യ മാനചിത്രേ അങ്കിതം ഏകസ്യ മഹാപുരുഷസ്യ ചിത്രം. നോക്ക്, ഈ ഇന്ത്യയുടെ മാപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു മഹാപുരുഷൻ്റെ ചിത്രം, മഹാനായ വ്യക്തിയുടെ ചിത്രം. ഉഷ, ഭ്രാതഃ കോ അയം സന്യാസി. ഏട്ടാ, ഇതാരാണ് ഈ സന്യാസി? അരുണഃ, അപ്പം അരുൺ പറയാണ്, ഉഷേ അയം ഖലു ഭ്രാതഃ സ്മരണീയഃ ആദിഗുരുഃ ശങ്കരാചാര്യഃ. ഹേ ഉഷേ, ഇത് നിശ്ചയമായും ആദ്യം തന്നെ സ്മരിക്കപ്പെടേണ്ട ആദിഗുരു ശങ്കരാചാര്യരാണ്. അസ്യ ഏവ കൃതിഃ ഇയം, ഇത് അദ്ദേഹത്തിൻ്റെ കൃതി തന്നെയാണ്. എന്ത് കൃതിയെക്കുറിച്ചായി പറയണേ? അതേ, പ്രശ്നോത്തര രത്നമാലിക എന്ന കൃതി. ഉഷ, മാനചിത്രേ കാനി ഏതാനി സ്ഥാനാനി ദർശിതാനി. മാപ്പിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്? അരുണഃ, ഏതാനി തു മഠസ്ഥാനാനി ശങ്കരാചാര്യേണ സ്ഥാപിതാനി ധർമ്മപ്രചാരായ. ഇതാണ് മഠങ്ങളാണ്, അതും ശങ്കരാചാര്യൻ ധർമ്മപ്രചാരണത്തിനായിട്ട് സ്ഥാപിച്ചത്. അയം മഹായോഗി അഷ്ടവർഷീയഃ ഏവ സന്യാസം സ്വീകൃത്യ ഭാരതേ വേദാന്തസ്യ പ്രചാരം അകരോത്. അയം മഹായോഗി, ഈ മഹായോഗി 8 വയസ്സിൽ തന്നെ സന്യാസം ഗ്രഹിച്ച് സന്യാസം എടുത്ത് ഭാരതത്തിൽ വേദാന്തത്തിൻ്റെ പ്രചാരണം ചെയ്തു. ഉഷ, ഇത് കേട്ട ഉഷ എന്താ പറഞ്ഞേ? ഉഷ ചോദിക്കുകയാണ്, കിം ആചാര്യേണ ഗ്രന്ഥാഃ അപി രചിത. ആദിഗുരു ശങ്കരാചാര്യരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് ആചാര്യൻ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ടോ? അരുണഃ, ആം, അതെ, തേന വിവിധാഃ ഗ്രന്ഥാഃ രചിതാഃ. അദ്ദേഹം ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. തേഷു ഏവ വിദ്യത്തെ ഇയം രചന പ്രശ്നോത്തര രത്നമാലിക. അതിൽ തന്നെ ഒരു രചനയാണ് ഈ പ്രശ്നോത്തര രത്നമാലിക. യത്ര പ്രശ്നോത്തര മാധ്യമേന ഇതം ജ്ഞാപിതം യദസ്മാഭിः ജീവനെ കിം കിം ഗ്രഹ്യം കിം കിം ച ത്യജ്യം. ഇവിടെ പ്രശ്നോത്തര മാധ്യമത്തിലൂടെ, അതായത് ചോദ്യവും ഉത്തരത്തിൻ്റെ മാധ്യമത്തിലൂടെ, ആ മീഡിയത്തിലൂടെ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെയാണ് ഗ്രഹിക്കേണ്ടത്, എന്തൊക്കെയാണ് ത്യജിക്കേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉഷ, ഓഹോ തത്തു അവശ്യം പഠനീയം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായും വായിക്കുക തന്നെ വേണം. അരുണഃ, തസ്യാഹ രചനായാഹ ഏവ പഠാമഃ
ഇദാനിം കാനിചിത് പദാനി. അദ്ദേഹത്തിൻ്റെ രചനയിലെ ചില പദ്യങ്ങൾ, ചില ശ്ലോകങ്ങൾ വായിക്കാം. ആദ്യത്തെ ശ്ലോകം നോക്കാം. ഭഗവൻ കിം ഉപാദേയം ഗുരുവചനം ഹേയമപി ച കിം അകാര്യം കോ ഗുരുഹു അധീഗത തത്വഃ ശിക്ഷഹിതായുദ്ധതഃ സതതം. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഭഗവൻ ഉപാദേയം കിം ഗുരുവചനം. ഹേ ഭഗവാനെ, എന്താണ് സ്വീകരിക്കേണ്ടത്? ഗുരുവിൻ്റെ വാക്കുകൾ. അപ്പിച്ച ഹേയം കിം, ഉപേക്ഷിക്കേണ്ടതും എന്താണ്? അകാര്യം, മോശപ്രവൃത്തി. ഗുരുഃ സതതം ശിക്ഷഹിതായ ഉദ്ധതഃ അധീഗത തത്വഃ. ഗുരു ആരാണ്? നിരന്തരം ശിഷ്യൻ്റെ നന്മയ്ക്കായിട്ട് തയ്യാറായവനും തത്വങ്ങളെക്കുറിച്ച് അറിവുള്ളവനുമാണ്. അതായത് പരമമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവനുമാണ്. അടുത്ത ശ്ലോകം നോക്കാം. ക പത്യതരഃ ധർമ്മഃ കഃ ശുചിരിഃ യസ്യ മാനസം ശുദ്ധം കഃ പണ്ഡിതഃ വിവേകി കിം വിഷം അവതീരണ ഗുരുഷു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. പത്യതരഃ കഃ ധർമ്മഃ, എന്താണ് കല്യാണകാരി? ധർമ്മം. ഇഹ ശുചിഃ കഃ, ആരാണ് വിശുദ്ധൻ? യസ്യ മാനസം ശുദ്ധം, ആരുടെ മനസ്സാണോ ശുദ്ധം. പണ്ഡിതഃ കഃ, പണ്ഡിതനാരാണ്? വിവേകി, ജ്ഞാനി. വിഷം കിം, എന്താണ് വിഷം? ഗുരുഷു അവധീരണ, ഗുരുവിൻ്റെ അവഹേളന. അടുത്ത ശ്ലോകം നോക്കാം. കിം ജീവിതം അനബദ്ധം കിം ജാഡ്യം പാഠത്തോപി ന അഭ്യാസഃ കോ ജാഗൃതി വിവേകി കാ നിദ്ര മൂഢതാ ജന്തോഃ. നമുക്ക് അന്വയം നോക്കാം. ജീവിതം കിം, എന്താണ് ജീവിതം? അനബദ്ധം, കളങ്കമില്ലാത്തത്. ജാഡ്യം കിം, എന്താണ് മണ്ടത്തരം? പാഠതഃ അപി ന അഭ്യാസഃ, പഠിച്ചിട്ടും പ്രാക്ടീസ് ചെയ്യാത്തത്. ക ജാഗൃതി, ആരാണ് ഉണർന്നിരിക്കുന്നത്? വിവേകി, ജ്ഞാനി. നിദ്ര ക, എന്താണ് ഉറക്കം? ജന്തോഹു മൂഢത, ജീവിയുടെ വിഡ്ഢിത്തം. അടുത്ത നോക്കാം. നളിനി ദല ഗത ജലവത്തരളം കിം യൗവനം ധനം ച ആയുഃ കഥയ പുനഃ കേ ശശിനഃ കിരണസമാഃ സജ്ജനാ ഏവ. അൻപേ നോക്കാം. നളിനി ഗത ജലവത്തരളം കിം, താമരയിലയിലെ വെള്ളം പോലെ ചഞ്ചലമായത് എന്താണ്? യൗവനം ധനം ആയുഃ ച, യൗവനവും സമ്പത്തും പ്രായവും. പുനഃ കഥയ, നുട പറയൂ. അപ്പോൾ പറയൂ. ശശിനഃ കിരണസമാഃ കേ, ആണെങ്കിൽ പറയൂ. ചന്ദ്രൻ്റെ കിരണങ്ങൾക്ക് സമമായത് എന്താണ്? ചന്ദ്രൻ്റെ കിരണങ്ങളെപ്പോലെ എന്താണുള്ളത്? സജ്ജനാഹ ഏവ, മാനന്മാർ തന്നെ, അതായത് നന്മയുള്ളവർ തന്നെ. അടുത്ത ശ്ലോകം നോക്കാം. കോ അനർത്ഥഫലഃ മാനഃ കാ സുഖദാ സാധുജനമൈത്രീ സർവവ്യസന വിനാശേ കോ ദക്ഷഃ സർവഥാ ത്യാഗി. അൻപേ നോക്കാം. അനർത്ഥഫലഃ കഃ, ഈഗോ എന്നത് എന്താണ്? മാനഃ, അഭിമാനം. സുഖദാ കാ, ആരാണ് സന്തോഷം നൽകുന്നത്? സാധുജന മൈത്രി, അതായത് എന്താണ് സന്തോഷം നൽകുന്നത്? സാധുജന മൈത്രി, മാന്യന്മാരുമായിട്ടുള്ള സൗഹൃദം, സജ്ജനരുമായിട്ടുള്ള സൗഹൃദം. സർവവ്യസന വിനാശേ കഃ ദക്ഷഃ, എല്ലാ തിന്മകളെയും നശിപ്പിക്കാൻ കഴിവുള്ളവൻ
ആരാണ്? സർവഥാ ത്യാഗി, എല്ലാം ത്യജിക്കുന്നവൻ. അടുത്ത ശ്ലോകം നോക്കാം. കിം മരണം മൂർഖത്വം, കിം ച അനർഘം യദവസരി ദത്തം, ആ മരണാന്തികം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. അൻപേ നോക്കാം. മരണം കിം, എന്താണ് മരണം? മൂർഖത്വം, വിഡ്ഢിത്തം. അനർഘം ച കിം, ബഹുമൂല്യമായത് എന്താണ്? യത് അവസരീ ദത്തം, ഉചിതമായ സമയത്ത് കൊടുക്കുന്നതെന്തോ. ആ മരണാത് ശല്യം കിം, മരണം വരെ എന്താണ് വേദന നൽകുന്നത്? യത് പാപം പ്രച്ഛന്നം കൃതം, രഹസ്യമായി ചെയ്യുന്ന പാപം. അടുത്ത ശ്ലോകം നോക്കാം. കസ്യ വശേ പ്രാണിഗണഃ സത്യപ്രിയഭാഷണോ വിനീതസ്യ, ക്വ സ്ഥാതവ്യം ന്യായേ പതിദൃഷ്ടാദൃഷ്ടലാഭാഢേ. കസ്യ വശേ പ്രാണിഗണഃ, ആരുടെ നിയന്ത്രണത്തിലാണ് ജീവജാലങ്ങൾ, പ്രാണികൾ? സത്യപ്രിയ ഭാഷിണഃ വിനീതസ്യ, സത്യം പറയുന്നവൻ്റെയും അതേപോലെ പൊളൈറ്റായിട്ടുള്ളവൻ്റെയും നിയന്ത്രണത്തിലാണ്. ക്വ സ്ഥാതവ്യം, എവിടെയാണ് തങ്ങേണ്ടത്? അതായത് എവിടെയാണ് താമസിക്കേണ്ടത്? ദൃഷ്ടാദൃഷ്ട ലാഭാഢ്യേ ന്യായേ പതി, ഭാഗ്യത്തിൻ്റെ ലാഭങ്ങളിൽ പരിപൂർണമായ ന്യായത്തിൻ്റെ ഉചിതമായ മാർഗത്തിൽ. അടുത്ത ശ്ലോകം നോക്കാം. കോ അന്ധഃ യോ അകാര്യതഃ, കോ ബധിരഃ യോ ഹിതാനി ന ശൃണോതി, കോ മൂകഃ യഃ കാലേ പ്രിയാണി വക്തും ന ജാനാതി. ഇനി നമുക്ക് അൻപേ നോക്കാം. അന്ധഃ കഃ, ആരാണ് അന്ധൻ? യഃ അകാര്യതഃ, ആരാണോ മോശം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ബധിരഃ കഃ, ആരാണ് ചെവി കേൾക്കാത്തവൻ. യഃ ഹിതാനി ന ശൃണോതി, ആരാണോ ഉപകാരപ്രദമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്. മൂകഃ കഃ, ആരാണ് ഊമ. യഃ കാലേ പ്രിയാണി വക്തും ന ജാനാതി, ആർക്കാണോ കൃത്യമായ സമയത്ത് നല്ല വാക്കുകൾ പറയാൻ അറിയാത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ഡിലേ വരുത്തിയതിന് സോറി പറയാണ്. ശബ്ദം അത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.